ഇപ്പൊ യൂബറിന്റെ അകത്തൊരു കഥ പറയാനാണ്. യൂബറിനകത്ത് നടന്നൊരു കാര്യമാണിത്. അതായത് ഞാനൊരു ആളെ പിക്ക് ചെയ്ത് ഒരു ഗൈനക്കോളജി അബോർഷൻ ക്ലിനിക്കിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുവിടേണ്ടി വന്നു. പിക്ക് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബുർക്കിട്ട ഒരാളായിരുന്നു, ഒരു പെൺപിള്ളയായിരുന്നു. ഭയങ്കര ഗൗരവത്തിലായിരുന്നു, അധികമൊന്നും മിണ്ടിയൊന്നുമില്ല, ഗൗരവത്തിലായിരുന്നു. പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. അവരെ ഞാൻ ഇങ്ങനെ പോണ വഴിക്ക് ഞാനിങ്ങനെ നോക്കി, ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ നോക്കി, ഇപ്പോൾ ഒരു അബോർഷൻ ക്ലിനിക്കാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അബോർഷൻ ക്ലിനിക്കാണല്ലോ. ഞാൻ വിചാരിച്ചു ഇവരോട് ചോദിക്കണം എന്തിനാ പോണേ എന്ന് വിചാരിച്ചു. വേണ്ട, ഇതിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിലോ, അപ്പം പ്രത്യേകിച്ച് അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ഇനി ചിലപ്പോൾ അവരുടെ ആരെങ്കിലും അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലോ, ചിലപ്പോൾ അവരുടെ ആണെങ്കിലോ, പ്രത്യേകിച്ച് ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ നടന്നു അവരെ പിക്ക് ചെയ്ത്. അതുകൊണ്ട് അതിനെ ചോദിക്കുന്നതൊക്കെ സൂക്ഷിച്ച് ചോദിക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അവിടെ വിചാരിച്ച് ഞാൻ അവിടെ കൊണ്ടുവിട്ടോ. കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോൾ അബോർഷൻ ക്ലിനിക്കിൻ്റെ അവിടെ കുറേ സമരക്കാർ സ്ഥിരം ഉണ്ടാവും. സമരമല്ല, ഇങ്ങനെ പിള്ളേരെ കൊല്ലരുത്, അഡോപ്ഷൻ വകുപ്പുകളുണ്ട്, നിങ്ങൾ പിള്ളേരെ കൊല്ലേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നോക്കിക്കോളാം, ഇങ്ങനെ കുറച്ച് ബാനറൊക്കെ വെച്ചിട്ടുണ്ടാവും. അബോർഷൻ പിള്ളേരെ കൊല്ലുവാണ്, അബോർഷൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടാണ് ഇമാർ നിൽക്കുന്നത്. അപ്പം ഞാൻ അവിടെ കാറ് കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഒരാളിങ്ങനെ മതിലിൻ്റെ അപ്പുറത്ത് നിൽക്കാൻ പറ്റുള്ളൂ, അവർക്ക് കോമ്പൗണ്ടിൽ കയറാൻ പറ്റില്ല. ഈ വെയിലിൻ്റെ അപ്പുറത്ത് നിൽക്കാൻ പറ്റും, കോമ്പൗണ്ടിൻ്റെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, പുറത്ത് നിൽക്കാൻ പറ്റുള്ളൂ. പുറത്ത് ഒരു എന്തോ വിളിച്ച് ചോദിക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ അകത്തേക്ക് കയറി പോകുന്നവരോടൊക്കെ ഇവരിങ്ങനെ പുറത്തുനിന്ന് വിളിച്ച് പറയും, ഇങ്ങനെ ആഘോഷം ചെയ്തെന്നുള്ള രീതിയിൽ എന്തോ വിളിച്ച് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് കാർ ഓടിച്ചങ്ങ് പുറത്തേക്ക് റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഒരു പുള്ളി അടുത്ത് വന്ന് ചോദിച്ചു.